സോ കീം 2024 തേർഡ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഡൗട്ട്സും കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി. ആദ്യം തേർഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇത് ലിസ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം 2/9/2024 ഒന്നുകൂടി കേട്ടോളൂ. സെപ്റ്റംബർ 2-ാം തീയതി വരെ 6 മണി വരെ, സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ മുൻപത്തെ കാലങ്ങൾ ഇപ്പോഴും പല കുട്ടികളും ചെയ്തിട്ടില്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ ചെയ്യാത്തവർ കൃത്യമായിട്ടത് ചെയ്യുക. നമ്മുടെ മുൻപത്തെ കാലങ്ങളിൽ 2023, 2022, 2021 അതിന് മുന്നോട്ടൊക്കെ ഒരൊറ്റ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളായിരുന്നു. അതിനുശേഷം പിന്നെ മോപ്പപ്പ് സ്പോട്ടിലൊക്കെയാണ് എക്സ്ട്രാ കാര്യങ്ങൾ വരാറ്. അത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വർഷം മാത്രം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടച്ചൊരു ഓപ്ഷൻ രജിസ്ട്രേഷനാണ് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിനടക്കുന്ന ഫീസ് നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിലോട്ട് പോകും. അഥവാ നിങ്ങൾ ഇതിനടക്കുന്ന ഫീസ് നിങ്ങൾ ഫീസ് അടച്ചു, നിങ്ങൾ അഡ്മിഷൻ കിട്ടി, ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അലോട്ട്മെൻ്റ് അല്ല, നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തേർഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ 2-ാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളടുത്ത് പറയാം. എന്നാണ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊവിഷണൽ എന്ന് വരുന്ന സംശയം ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. ഇതൊക്കെ ആർക്കിടെക്ചറിനാണ് നമ്മൾ ഷെഡ്യൂൾ നോക്കാം. സോ അതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ബിടെക് ആണെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്തിട്ട് മിസ്റ്റർ എഞ്ചിനീയർ KT എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ബിടെക് ഫസ്റ്റ് ഇയറിൻ്റെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഏതൊക്കെ ആയിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്, എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കണം, സബ്ജക്റ്റ്, സിലബസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ആ ചാനൽ ചെയ്യും. ഇപ്പോൾ വീഡിയോസ് ഒന്നും വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് തുടങ്ങിയിട്ട് ചെയ്താൽ പോരെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിടെക് തുടങ്ങുന്നതിന് ജസ്റ്റ് ഒരു 1 to 3 days അല്ലെങ്കിൽ 4 days മുന്നേ അല്ലെങ്കിൽ 1 week മുന്നേ നമ്മളത് ചെയ്യും. അല്ല നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ കീമിൻ്റെ ഇടയിൽ കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ നോക്കാം. അപ്പോൾ ഷെഡ്യൂൾ വരുന്നത് ഇങ്ങനെയാണ്. 29/8/2024 29-ാം തീയതിയാണ് നിങ്ങൾക്ക് എന്ത് വരാമെന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ തീരും. 4-ാം തീയതി നിങ്ങളുടെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. 5-ാം തീയതി നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ കോളേജ് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6/9/2024 to 7/9/2024 4 മണി വരെയാണ് കോളേജ്. ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു കാര്യം മനസ്സിലാക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് പോയിട്ട് ജോയിൻ ചെയ്തു. തേർഡ് അലോട്ട്മെൻറ്റിൽ ഇനി പുതിയതായിട്ട് ചിലപ്പോൾ പോകേണ്ടി വരില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി അത് അവിടെ ട്രാൻസ്ഫർ ആയിക്കോളും. TC എടുത്ത് നിങ്ങൾ പോകേണ്ടി വരില്ല. അത് ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് നടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ നിങ്ങൾക്ക് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ ആ കോളേജിൽ പോയിരിക്കണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ്. അപ്പോൾ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഏകദേശം 9-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ ഒരു ചേഞ്ച് വരാനൊരു ചാൻസ് ഉണ്ട്. കാരണം അലോട്ട്മെൻറ്റ്സ് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മോപ്പപ്പും സ്പോട്ടിൻ്റെയും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്നൊന്നും. നീറ്റിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ അതും കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം കുറേ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ഇപ്പോൾ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരും.